ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് നമ്മുടെ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം, ആപ്ലിക്കേഷൻ ടു ഹൈഡ്രജൻ ആറ്റം. ഇപ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഹൈഡ്രജൻ ആറ്റത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. ഓക്കെ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ ദ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ച ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഇലക്ട്രോണിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു അല്ലേ? പിന്നെ പാർട്ടിക്കിളിനെ 1 ഡയമെൻഷണൽ ബോക്സ്. ഇതെല്ലാം തന്നെ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ മാത്രമുള്ള സിസ്റ്റംസ് ആയിരുന്നു. പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഹൈഡ്രജനിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട്, പ്ലസ് നമുക്ക് അതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? അപ്പോൾ ദ ഹൈഡ്രജൻ ആറ്റം കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇലക്ട്രോൺ ആൻഡ് എ പ്രോട്ടോൺ ഈസ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം. 2 പാർട്ടിക്കിളുള്ള സിസ്റ്റമാണ് ഹൈഡ്രജൻ ആറ്റം. ഇതുവരെ നമ്മൾ പഠിച്ച സിസ്റ്റംസിനെ പോലെ അല്ല ഹൈഡ്രജൻ, ഇറ്റ് ഈസ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം. ഇതൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്കറിയാം ന്യൂക്ലിയസ് സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ആൻഡ് the electrons are revolving around the nucleus അല്ലേ? അപ്പം ഈ മൂവ്മെൻറ്റിനെ നമ്മൾ ഒരു അപ്രോക്സിമേഷൻ വഴി, ന്യൂക്ലിയസ് സ്റ്റേഷനറി ആണെന്നൊരു അപ്രോക്സിമേഷനും ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിന് ഒരു ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ ന്യൂക്ലിയസ്. അപ്പം ന്യൂക്ലിയസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കൊണ്ടാണ് ഇതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ മുഴുവൻ മാസിനെയും, ഓൾദോ ദർ ഇസ് എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ, ഇതിൻ്റെ രണ്ടിൻ്റെയും മാസിനെ നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ റെഡ്യൂസ്ഡ് മാസ്സായിട്ട് കൺസിഡർ ചെയ്യാം ഈ സിസ്റ്റത്തിന്. അപ്പോൾ ഇവിടെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിലാണ് ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ വി ക്യാൻ കൺസിഡർ ദാറ്റ് ദർ ഈസ് എ center of gravity for this system, and this ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലുള്ള മാസിനെ നമുക്ക് റെഡ്യൂസ്ഡ് മാസ്സായിട്ട് എടുക്കാം. എന്നിട്ട് വി ക്യാൻ കൺസിഡർ ദിസ് ആസ് എ 1 പാർട്ടിക്കിൾ സിസ്റ്റം വിത്ത് റെഡ്യൂസ്ഡ് മാസ് മ്യൂ. ഓക്കെ, അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എഴുതുകയാണ്. ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർഡ് സൈ ബൈ ഡോ ഇസെഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർഡ് മ്യൂ ബൈ എച്ച് സ്ക്വയർഡ്. മ്യൂ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് മാസ്. നേരത്തെ 8 പൈ സ്ക്വയർഡ് എം ബൈ എച്ച് സ്ക്വയർഡ് ആയിരുന്നു, ഇപ്പോൾ അവിടെ മ്യൂ എന്ന് വന്നു. ഇൻറ്റു ഇ മൈനസ് വി എന്നാണ് നമുക്കുള്ളത്. ആ വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദ ഇലക്ട്രോൺ ആണല്ലോ. അപ്പോൾ അതിനെ നമുക്ക് കൂളോംസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. കൂളോംസ് ലോ പറയുന്നത് the force of attraction between 2 charged particles is equal to the product of charges. അപ്പോൾ പ്ലസ് ചാർജ് ഇൻറ്റു മൈനസ് ചാർജ് എന്ന് പറയുമ്പോൾ മൈനസ് ഇ, പ്രോട്ടോണിൻ്റെ ചാർജും ഇലക്ട്രോണിൻ്റെ ചാർജും, ഇ സ്ക്വയർഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ അല്ലേ? ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് നമുക്ക് അറിയാലോ. അപ്പോൾ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആർ സ്ക്വയർ ആണ്. അത് കഴിഞ്ഞിട്ട് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള, എനർജി ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ നമ്മൾ എഴുതാറ്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് നമ്മളത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ഈസ് ഈക്വൽ ടു ഇത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ആർ. അപ്പോൾ വരുമ്പോൾ മൈനസ് ഇ സ്ക്വയർഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ആർ ആണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, മൈനസ് വി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പ്ലസ് ഇസഡ് ഇ സ്ക്വയർഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ആർ എന്നായിട്ട് മാറും. ഇൻറ്റു സൈ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഇസഡ് എന്ന് വന്നിരിക്കുന്നത്? ഇസഡ് ചാർജ് ഓൺ ന്യൂക്ലിയസ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അത് 1 ആണ്. നമുക്ക് വേറെ സിസ്റ്റംസ്, ഇപ്പോൾ ലിത്തിയം അയോൺ ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ലിത്തിയം അയോൺ ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ അതുകൊണ്ട് ഈ ലിത്തിയത്തിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോണിൻ്റെ കേസിലൊക്കെ ഇത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചാർജ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനാണ് നമുക്ക് അവിടെ ഒരു ഇസഡ് എന്നൊരു ടേം യൂസ് ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഇസഡ് 1 ആണ്. Okay, but this is the Schrodinger wave equation for hydrogen atom. ഇത് കാർട്ടീഷ്യൻ
കോർഡിനേറ്റ്സിലാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ എക്സും വൈയും ഇസഡും മാത്രം വെച്ച് പറയുന്നതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയൊക്കെ കേസ് പറയുമ്പോൾ അത് സ്റ്റേഷനറി സിസ്റ്റം അല്ലല്ലോ, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ പറയണം. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ആക്സിസ് ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ ആറ്റ ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ആംഗിളൊക്കെ ഇല്ലേ, ഈ ആംഗിളും ഒക്കെ വെച്ച് നമുക്ക് ഈ പാർട്ടിക്കിളിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്. ഇതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ, മൂവിങ് സിസ്റ്റത്തിൻ്റെ കേസിൽ അത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ പറയുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവ്. അപ്പോൾ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്, നമുക്കത് പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റണം. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ പോളാർ കോർഡിനേറ്റ്സിൽ എഴുതുന്നതെന്ന് നോക്കാം. ഇനി അപ്പോൾ നമുക്ക് പോളാർ കോർഡിനേറ്റ്സിൽ എങ്ങനെയാണ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് എക്സ് വൈ ഇസഡ് ആയിരുന്നെങ്കിൽ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ആർ, തീറ്റ ആൻഡ് ഫൈ. ആർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ആണ്, എക്സ് ആക്സിസിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഫൈ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലേക്ക് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അങ്ങനെ 3 വേരിയബിൾസ് ആണ് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ ഉള്ളത്. നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എക്സ് വൈ സെഡ് എന്നുള്ളതിന് പകരം സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ളത് സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലുള്ളത് ആറും തീറ്റയും ഫൈവും ആണ്. ഓക്കെ, അപ്പോൾ ചില സ്ഥലത്ത് ഈ ക്യാപിറ്റൽ ആറിന് പകരം സ്മോൾ ആറും എഴുതാറുണ്ട്. രണ്ടും പ്രശ്നമൊന്നുമില്ല, സ്മോൾ ആർ എഴുതിയാലും കുഴപ്പമില്ല, വലിയ ആർ ക്യാപിറ്റൽ ആർ എഴുതിയാലും കുഴപ്പമില്ല. അപ്പം സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ ഈ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എഴുതി വരുമ്പോൾ ഇങ്ങനെയാണ്: 1/r² ഇൻറ്റു ∂/∂r ഓഫ് r² ഇൻറ്റു ∂φ/∂r. നമുക്ക് ∂ψ/∂x² എന്നല്ലേ നേരത്തെ വന്നിരുന്നത്. ഇപ്പം അത് ∂ψ/∂r എന്നാണ് വരിക. അപ്പം ഇത് ശരിക്കും ∂2ψ/∂r² എന്നാവും. കാര്യം നമ്മളിത് ഒന്നും കൂടെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ പുറമേ ∂/∂r ഉണ്ടല്ലോ, അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ∂2ψ/∂r എന്ന് വരേണ്ടതാണ്. പ്ലസ് 1/sin θ ഇൻറ്റു ∂/∂θ ഓഫ് sin θ ∂ψ/∂θ. ഓക്കെ, പ്ലസ് 1/sin² θ ഇൻറ്റു ∂2ψ/∂φ², ∂2ψ/∂φ². എന്നിട്ട് ഇനി നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഒരു കാര്യം ഇവിടെ എഴുതിയപ്പോൾ ഒരു ചെറിയ തെറ്റുപറ്റി. ഇവിടെ ബ്രാക്കറ്റ് ഇല്ല കേട്ടോ, ഈ ബ്രാക്കറ്റ് മൊത്തത്തിലാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഇത് മൊത്തം ഒരിത്. ഓക്കെ, ഇങ്ങനെയാണ്. 1/r² ഇത് മുഴുവൻ ആപ്ലിക്കബിൾ ആണ്, ∂/∂r ഈ ബ്രാക്കറ്റിലുള്ളത് മുഴുവനും ആപ്ലിക്കബിൾ ആണ്. പ്ലസ് കഴിഞ്ഞിട്ടില്ല, ഇത് ഫസ്റ്റ് ടേം പ്ലസ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ടേമും കൂടെ വേണമല്ലോ. അപ്പം അത് ഇടുമ്പോൾ 8π² μ/h² ഇൻറ്റു ഇ പ്ലസ് നമ്മുടെ E²/4πε0r ഇൻറ്റു psi ഈസ് ഈക്വൽ ടു 0. ഇത് കാണാതെ പഠിക്കുക. ദിസ് ഇസ് ദ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഇതിങ്ങനെ തന്നെ പഠിക്കുക. അപ്പം ഇതിനകത്ത് നമുക്ക് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എഴുതിയിട്ട് നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ സൊല്യൂഷൻ എന്താണ്? psi ആണ് നമുക്ക് കിട്ടേണ്ട സൊല്യൂഷൻ. അപ്പോൾ psi ഇൻ ടേംസ് ഓഫ് XYZ അല്ല, നമുക്ക്
സ്മോൾ ആർ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ സ്മോൾ ആർ തന്നെ ഉപയോഗിക്കാം. r theta and phi, r theta phi, and this we have to split. അപ്പോൾ ഈ നമ്മൾ എപ്പോഴും ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പം a cos a sin theta പ്ലസ് b sin അങ്ങനെ നമ്മളൊരു ഫംഗ്ഷൻ അസ്യൂം ചെയ്തിട്ടാണല്ലോ നമ്മൾ നോർമലൈസ് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചത്. അപ്പം ഇങ്ങനെയുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതാൻ പോകുന്നത് r of r ഇൻറ്റു തീറ്റ ഓഫ് തീറ്റ ആൻഡ് phi of phi. ഓക്കെ, ക്യാപിറ്റൽ എഴുതുക. r of r, theta of theta, phi of phi. ഇതാണ് സൊല്യൂഷൻ ഓഫ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഇൻ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ്. ഇനി ഇത് നമ്മൾ കറക്റ്റായിട്ട് നോർമലൈസ് ചെയ്ത് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ psi ഓഫ് NLM, NLM 3 ടേംസ് നമുക്ക് കിട്ടും. psi ഓഫ് NLM r theta phi is equal to r which depends on two variables NL of r, theta which depends on L and N, theta and phi which depends on M phi. Okay, ഇതെന്താണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം? നമുക്ക് ഇവിടെ 3 ടേംസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഈ വേവ് ഫംഗ്ഷൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത്. ഓക്കെ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എഴുതിയാൽ പോരാ, നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനും സൊല്യൂഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് psi ഓഫ് r theta phi, ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് റേഡിയൽ പാർട്ട് ആൻഡ് ആംഗുലർ പാർട്ട്സ്. 2 പാർട്ടുണ്ട്. ഇത് r എന്ന് പറയുന്നത് റേഡിയൽ പാർട്ടും തീറ്റ ഫൈ എന്ന് പറയുന്നത് ആംഗുലർ പാർട്ടുമാണ്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് കിട്ടുന്നത്. ഇതിനി നോർമലൈസ് ചെയ്ത് വരുമ്പം നമുക്ക് മനസ്സിലാവുന്നത് റേഡിയൽ ഫംഗ്ഷൻ ഹാസ് 2 ന്യൂ ടേംസ് n ആൻഡ് l, ആൻഡ് തീറ്റ ഹാസ് 2 ന്യൂ ടേംസ് l ആൻഡ് n, ആൻഡ് phi ഹാസ് എ ടേം m. അപ്പോൾ r എന്ന് പറഞ്ഞ റേഡിയൽ വേവ് ഫംഗ്ഷൻ നമ്മൾ സൊല്യൂഷൻ എഴുതി വരുമ്പോൾ വലിയൊരു ഇക്വേഷനാണ് വരുന്നത്. അതിനകത്ത് ഉള്ള 2 പുതിയ ടേംസ് എന്ന് പറയുന്നത് എന്നും എല്ലും. n ഈസ് നമ്മുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l ഈസ് സിമെട്രിക്കൽ ക്വാണ്ടം നമ്പർ, ആൻഡ് m ഈസ് ദ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. ഓക്കെ, അപ്പം നമ്മുടെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പം കിട്ടുന്ന ഈ പുതിയ ടേംസിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ RNL എന്ന് എഴുതിയിരിക്കുന്നതാണ് സൊല്യൂഷൻ എന്ന് വിചാരിക്കരുത്, അതൊരു വലിയ ടേം ആണ്. ആ ടേമിൽ നമുക്കുള്ള 2 പുതിയ വേരിയബിൾസ് ആണ് എന്നും എല്ലും. ഓക്കെ, അതുകൊണ്ടാണ് ആ ടേം ഞാൻ എഴുതിയിട്ടില്ല. RNL എന്നതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. R which depends on N and L, where N is the principal quantum number, L is the asymmetrical quantum number, and M is the magnetic momentum quantum number. ഞാൻ നേരത്തെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞു, അങ്ങനെയല്ല, മാഗ്നറ്റിക് മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും ദ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ 3 new variables, principal, which are termed as principal quantum number, asymmetrical quantum number, and magnetic quantum number.